സോ ഹലോ ഗൈസ് വാട്സ്ആപ്പ് ഞാൻ നിങ്ങൾ സ്വന്തം മച്ചൂസ് ഗെയിമിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഹാർഡ് കോർ എപ്പിസോഡിലാണ്. കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ സത്യം വെച്ചാൽ ഞാൻ അയൺ ഫാമിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അയണില്ല, അപ്പോൾ അയണിന് വേണ്ടി ഇറങ്ങിയതാണ്. ബട്ട് ഞാൻ സ്ട്രൈറ്റ് മൈനിങ് അങ്ങ് ചെയ്തിട്ട് ഒന്നും നോക്കിയില്ല. ധൈര്യം സംരക്ഷിച്ച് ധൈര്യം കൈപിടിച്ച് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ബട്ട് ഇതുവരെ ഒരു അയണും കിട്ടിയിട്ടില്ല. 16-17 ആ ഒരു ലെവലിലാണ്, ലെവലിലാണ് അയൺ എന്നുള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. ബട്ട് കിട്ടുന്നില്ലടേ. പിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാമെന്ന് കരുതി. ആദ്യം വിചാരിച്ച് ഷോർട്ടായിട്ടിടാന്ന്, പിന്നെ വിചാരിച്ച് അഥവാ എവിടെയെങ്കിലും ചത്ത് കഴിഞ്ഞാൽ ആ ഷോട്ട് വെറുതെ ആവില്ലേ. പക്ഷേ ആ ഒരു ക്ലിപ്പ് കിട്ടാണ്ടായ വിഷമാവും എനിക്ക്. അപ്പോൾ ആ ക്ലിപ്പ് എങ്ങനെയെങ്കിലും കിട്ടണമല്ലോ. ചത്ത് കഴിഞ്ഞാൽ ചാവുന്ന ഉറപ്പാണ്. എനിക്ക് പേടിയാണ്. മിക്കവാറും കേവിലേക്കായിരിക്കും ചെല്ലുക. പിന്നെ ഹാർഡ് കോർ എപ്പിസോഡ് ആയതുകൊണ്ട് ടെൻഷൻ ഭയങ്കരമായിരിക്കും. ഒരായും കിട്ടി, ഭാഗ്യം. അപ്പോൾ എൻ്റെ ഉദ്ദേശം തെറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. യെസ്, നമുക്ക് എത്ര അയം വേണമെന്ന് അറിഞ്ഞൂടാട്ടാ. ചെറിയ റെയിലെങ്കിലും ഉണ്ടാകണം. അതിൻ്റെ റെയിലിൽ നിന്ന് പുറത്തിറക്കി കഴിഞ്ഞിട്ട് പിന്നെ അവനെ ബോട്ടിട്ട് പിടിച്ചാലും കുഴപ്പമൊന്നും വരാൻ പോണില്ല. ഓക്കെ, അത്യാവശ്യം കിട്ടി. എത്ര കിട്ടിയെന്നെങ്ങനെ പറയാ, നോക്കണ്ടത്. എവിടെ 11 അയൺ കിട്ടിയിട്ടുണ്ട്. ഒരു 20, 21, 30, 40, 50, 60 ഒരു സ്റ്റാക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. നൈസായിട്ട് ഒരു സ്റ്റാക്ക് ഇവിടുന്ന് അങ്ങ് ഉണ്ടാക്കിയിട്ട് പോകാം. പക്ഷെ കോളില്ല. ഇതോടെ ടോർച്ച് തീർന്ന്. അപ്പോൾ കോളും കൂടെ കിട്ടിയാൽ കൊള്ളാം. കോള് വൈ ലെവൽ 8 എത്രയാടാ? 8 വൈ ലെവൽ 20 എത്രയാടാ? മറന്നുപോയി. കോളിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. വൈ ലെവൽ 20 57 57 വൈ ലെവൽ എത്ര? 20 കണ്ടെന്ന് തോന്നുന്നു ഗൈസ്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇനി കോളിനില്ല. അപ്പോൾ ഇരുട്ടാവും ഇനി മിക്കവാറും. അതാണ്, അതൊന്നും വിഷയമുള്ള കേസിട്ടല്ല. നമ്മളെപ്പോഴും ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ കൈ കരുതുന്നത് ഇതേപോലത്തെ സന്ദർഭങ്ങളിൽ രക്ഷപ്പെടാനാണ്. പക്ഷേ വുഡില്ലെങ്കിലും ചില കോബിൾ സ്റ്റോണും ഇല്ലെങ്കിലും കേബിൾ അത് ഉറപ്പാണല്ലോ. എടാ, ഇത് മറ്റേ ജാവയിലെ പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ടോർച്ചും കൊണ്ട് അവിടം വരെ പോകുമായിരുന്നു. ബെഡ്റോക്ക് എഡിഷൻ വെച്ചിട്ടും കൂടെ സെറ്റപ്പ് ആക്കിയാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. അല്ല, എനിക്കല്ല, മോജാങ്ങിനോട് പറയണം സെറ്റപ്പ് ആക്കാൻ. ആരെങ്കിലുമൊക്കെ പറയണം. നമ്മളൊന്നും പറഞ്ഞാൽ കേക്കില്ലടേ. പോയി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, എടാ മറ്റേ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ഉണ്ടാകും പറ്റുമോ? മറ്റേ അയ്യോ, എൻ്റെ കയ്യിലില്ല ക്രാഫ്റ്റിംഗ് ടേബിൾ. ഞാൻ എന്തെങ്കിലും ഇങ്ങോട്ട് ഓടുന്നു. എന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ മറ്റേ ഇത് വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നില്ലേ, ആർമർ സെറ്റ്, അയൺ ആൻഡ് കോപ്പറിൻ്റെ ഒരു ആർമർ ഉണ്ടായിരുന്നില്ലടാ. ആ സെറ്റപ്പ് ഇപ്പം ഉണ്ടോ? ആ സെറ്റപ്പിൻ്റെ അപ്ഡേഷൻ എത്തിയിട്ടില്ലാന്ന് തോന്നുന്നില്ലേ. ഇപ്പം മറ്റേ ഗാസ്റ്റ് പോലത്തെ മറ്റേ സാധനത്തിൻ്റെ അപ്ഡേഷൻ ആയിരിക്കുമല്ലേ വന്നേ. എന്തോ, ഞാൻ ആ ഗാസ്റ്റിനെ ഒന്നും പോയി നോക്കിയിട്ട് പോയില്ല. ഗൈസ്, അതിൻ്റെ ഒരു വീഡിയോ ഇടണോ എന്ന് കമൻറ്റ് ചെയ്യാട്ടാ. അതിന് നമ്മൾ നോക്കുന്ന ക്രിയേറ്റിവിറ്റി എടുത്തിട്ടായിരിക്കും നോക്കുക. അല്ലാണ്ട് ഹാർഡ് കോറിൽ നോക്കാനുള്ള ധൈര്യം എനിക്ക് പോരാ. ക്രിയേറ്റിവിറ്റിയിലോ അല്ലെങ്കിൽ അല്ലാതെയോ ഞാൻ നോക്കാം. നമ്മുടെ ലൈവ് ലെസ് പ്ലേ ഉണ്ടല്ലോ. ലൈവ് ലെസ് പ്ലേ അതിനെ ലൈവായിട്ട് നമ്മൾ ലെസ് പ്ലേ നടത്തുന്നുണ്ടല്ലോ. അത് ആണെങ്കിൽ നോക്കാം. എടേ, ആ ലെസ് പ്ലേ നമ്മൾ വിടാറ് പോലും ഇല്ല കേട്ടോ. വീഡിയോസ് ലൈവ് ഇടാറ് പോലും ഇല്ല. നിർത്തി ലൈവ്. ഇതെന്താ ഈ മൂലിക്കാൻ നിൽക്കുന്നത്? കേസ് മൈൻഡ് ചെയ്യുമ്പോൾ ബോറടിക്കാതിരിക്കാണ്ട് വെച്ചാൽ പാട്ടിൻ്റെ അതട്ടാ. ബൈ മിസ്റ്റേക്ക്. വീഡിയോ എടുക്കുമ്പോൾ മാറ്റണ്ടായിരുന്നു, ഞാൻ മാറ്റിയില്ല. ഇനി അങ്ങനെ ആ മൂലിൽ തന്നെ ഇരിക്കട്ടെ. ഇതിപ്പോൾ അയൻ്റെ ഏകദേശം അയണ് ഇവിടെ തീർന്ന മാതിരിയുണ്ട്.
വല്ല മോബ് സ്പോണായ എൻ്റെ കാര്യത്തിൽ ദീൻ തരികട തോവാവും. ഞാൻ ഒരു പരിപാടി ചെയ്യാം, വല്ല ഇത്തിരി കൂടെ ടോർച്ച് എടുത്തിട്ട് വരാം, അല്ലെ ചത്ത് പിണ്ടാരാവും. വേറെ സ്ഥലത്ത് പോകാം കേസ്. നമുക്ക് ഇവിടെ ഒന്നുമില്ല, നമുക്ക് വൈ ലെവൽ 17ലേക്ക് വേറെ സ്ഥലത്ത് പോകാം. ഡേറ്റ് എല്ലാം കിട്ടിയാൽ മതിയായിരുന്നു എന്നേ ഉള്ളൂ. മേലെ വരെ എത്തൂല്ല ഡേറ്റ് വെച്ച്. സോംബിൻ്റെ ഒക്കെ വയ്ക്കുന്നു. തിങ്ക് രാത്രിയാന്ന് തോന്നണേ, തോന്നല്ല രാത്രിയാണ്. അയ്യോ, ഇങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങണ്ടായിരുന്നു. ഇതാണ് പ്രശ്നം, ഈ ബെഡ്റൂമിൽ ഇറങ്ങിയ ഇതാ പ്രശ്നം. ഓ, എല്ലാം ചാവുന്ന ഒച്ച വെക്കുന്നുണ്ട്. ഇവിടെ കുട്ടി സോംബി ഉണ്ട് തോന്നുന്നു. എല്ലാം കൂടെ ചാവുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. ചത്താൽ മതിയായിരുന്നു. കുട്ടി സോംബി ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ മോനെ ചുറ്റോട് ചുറ്റും സോംബീസാ. ഓടിക്കോ. ഒമ്പോ കീപ്പർ അവിടെ കണ്ടോ? അയ്യോ, കണ്ട് വന്ന് തള്ളേ. ഓടിക്കോ. രാമൻകുട്ടി അടിക്കാൻ പറ്റുന്നില്ലല്ലോ അവനെ. എൻ്റെ മോനെ ബഗ്. അപ്പൊ മൂഞ്ചി. ബഗും കൂടെ വന്നു കഴിഞ്ഞാൽ തീരുമാനമാവും കേസ്. ഉറപ്പുള്ള കാര്യമല്ലേ. നമുക്ക് ടോർച്ച് ഉണ്ടാക്കണം കേസ്. അതിനാണ് ഞാൻ വന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ബഗ്ഗടേ. ബഗ്ഗുമല്ല, ഞാൻ ആടിന് എത്ര കഴിഞ്ഞിട്ട് അടി കൊണ്ട് എത്ര അടി ഞാൻ കൊടുത്ത്. കോള് എവിടെയോ കോളുണ്ടായിരുന്നു. അതാ ഉള്ള കോളുകളെല്ലാം നമ്മൾ തപ്പി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ആവശ്യം വരുമ്പോൾ എടുക്കുക. എത്ര പറ്റി. ഓ, ഇതിങ്ങനെ കണക്റ്റഡ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. നൈസ്. ഇവിടെ ഇപ്പോഴും സോംബീസിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഇനി എവിടെയോ കോളുള്ള. ഇവിടെ എവിടെയോ ഒരു കോളും കൂടെ ഉണ്ട്. അതാ എല്ലാം ഞാൻ നോക്കി വെച്ചേക്കാം. ലൈറ്റപ്പ് ചെയ്തപ്പോൾ ഞാൻ മൊത്തം നോക്കി വെച്ചിട്ടാണ് കേസ് പോയത്. എന്താ വെച്ചാൽ നമുക്ക് കോളിൻ്റെ ആവശ്യം വരുമ്പോൾ ചാടിക്കയറും കോൾ എടുത്താൽ മതിയല്ലോ. വന്നിട്ട് എനിക്ക് പേടിയാണ്. പുറകെ കൂടെ മറ്റേ കീപ്പറൊക്കെ വന്ന് ചാമ്പി തരുവേ. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. ഇവിടെയൊന്നും ഇല്ലേ. കഴിഞ്ഞ എത്രയേ ഉള്ളൂ കോള്? എത്ര കിട്ടി? 19 19 ഉള്ളോ? ഇനി എവിടെയുള്ളത്? ഇവിടെ 19 ഉണ്ടോ? കോളിന് ഭയങ്കര ക്ഷാമാണല്ലോ ഗൈസ്. ഇവിടെയൊന്നും കോളില്ലല്ലേ. ഇവിടുത്തെ കോള് ഞാൻ എടുത്തു പോയിന്ന് തോന്നുന്നു. ഇവിടുത്തെ കോളും എടുത്തുപോയി. ഇപ്പം ചത്തില്ലാന്നേ ഉള്ളൂ.
ആ വഴി കൂടെ ഒന്നും കൂടെ തിരിച്ചു കയറാം. ഇവിടെ കണ്ടായിരുന്നല്ലേ? അതായത് ഈ വഴി എല്ലാത്തിനും നമ്മൾ വഴി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ടോർച്ച് പോയി. അപ്പോൾ ബഗ് പോയിട്ടുണ്ട്. അതൊരാശ്വാസം. മക്കളെ സുഖല്ലേ? ഇതാരാടാ അടയ്ക്കാണ്ട് പോയേ? ഞാൻ തന്നെ ആയിരിക്കൂലേ? അതാണ്ടേ $11 അത് മതിയോ എന്തോ. ഗൈസ് ഇത് നമ്മളെ ക്ലേ ബ്ലോൾ കേട്ടോ. നമ്മുടെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ക്ലേ ബോൾ ആക്കാൻ വേണ്ടി ക്ലേ ബോൾ എടുത്തിട്ട് ഇങ്കട്ട് ഉണ്ടാക്കും. ബ്രിഗ് ഉണ്ടാക്കാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു 6 ഗോൾ ഉണ്ടായിരുന്നടാ. അപ്പോൾ 25 ഗോൾ മതിയായിരിക്കും ഗൈസ്. അപ്പോൾ ഈ 11 വെച്ച് തികയോന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. എന്നിട്ട് ബാക്കി ഞാൻ ഓഫ് ക്യാമറ മൈനിങ് ചെയ്തോളാം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ മൈൻ ചെയ്യുന്നത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നെന്നുള്ളൂ. ഇനി നെക്സ്റ്റ് എപ്പിസോഡ് എടുക്കണം. അതുവരെ എല്ലാവർക്കും ബൈ. ഞാൻ എന്തിനാണ് വന്നേ ശരിക്കും? ചാവാതെ ഇരിക്കുന്നുണ്ടോ അറിയിക്കാൻ വേണ്ടി വന്നതാ. എന്നാ ശരി, നമ്മളൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വന്നതാ.